പേരറിയുന്നതും അറിയാത്തതുമായ ആയിരക്കണക്കിന് രാജ്യസ്നേഹികളുടെ പോരാട്ടത്തിൻ്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. 1947 ഓഗസ്റ്റ് 14 രാത്രി തന്നെ അധികാര കൈമാറ്റത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യതലസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു. ഡൽഹിയിൽ നിന്നും വിനിത വിജിയുടെ റിപ്പോർട്ട്. 1947 ഓഗസ്റ്റ് 15 ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ആ ദിനം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പിറവി. 1947 ഓഗസ്റ്റ് 14 രാത്രി രാജ്യതലസ്ഥാനത്ത് എന്തൊക്കെ നടന്നു? എങ്ങനെയായിരുന്നു ആ അധികാര കൈമാറ്റം? ഓഗസ്റ്റ് 14 രാത്രി 11 മണിക്ക് ഈ കാണുന്ന പഴയ പാർലമെന്റ് മന്ദിരത്തിലാണ് ഭരണഘടനാ അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനം ചേർന്നത്. വന്ദേമാതരം ആലപിച്ച് സമ്മേളനം ആരംഭിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ നഷ്ടമായവർക്കായി 2 മിനിറ്റ് മൗനാചരണം. അർദ്ധരാത്രി 12 മണി. ഓഗസ്റ്റ് 15 പിറന്ന ആദ്യ നിമിഷങ്ങളിൽ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ജവഹർലാൽ നെഹ്റുവിന്റെ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗം. അർദ്ധരാത്രി ലോകമുറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുമെന്ന് അദ്ദേഹം സദസ്സിനോട് പറഞ്ഞു. We made a tryst with destiny, and now the time comes when we shall redeem our pledge. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. ഇന്നത്തെ രാഷ്ട്രപതി ഭവൻ അന്നത്തെ വൈസ്രോയി ഭവനായിരുന്നു. അവിടെ എത്തിയാണ് ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവർണർ ജനറലായി പ്രവർത്തിക്കാൻ മൗണ്ട് ബാറ്റനോട് അഭ്യർത്ഥിച്ചത്. തനിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ പട്ടികയും നെഹ്റു മൗണ്ട് ബാറ്റന് കൈമാറി. 15 രാവിലെ തന്നെ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയും മന്ത്രിമാരും പാർലമെന്റിലേക്ക് എത്തി. സ്വതന്ത്ര ഇന്ത്യയുടെ പതാക ഉയർത്താൻ ഗവർണർ ജനറൽ നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പതാക ഉയർത്തി. ആദ്യമായി പൊതുജനമധ്യത്തിൽ പതാക ഉയർത്തിയത് ഇന്ത്യ ഗേറ്റിലായിരുന്നു. ഇന്ത്യ ഗേറ്റിലും പാർലമെന്റിന് പുറത്തും സ്വാതന്ത്ര്യദിന പരിപാടികളിൽ പങ്കെടുക്കാൻ 10,000ങ്ങൾ ഒത്തുചേർന്നു. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത വിജി, 24.